ശിരോവസ്ത്രധാരികൾ ശിരോവസ്ത്രത്തെ എതിർക്കുമ്പോൾ കൊച്ചി പള്ളുരുത്തി സെയിന്റ് റീത്ത സ്കൂളിലുണ്ടായ ശിരോവസ്ത്ര വിവാദം കെട്ടടങ്ങാതെ നിൽക്കുന്നതിന് കാരണം ആ വിഷയത്തെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി വലിച്ചിഴക്കുന്നത് കൊണ്ടാണ് എന്നത് വ്യക്തമാണ്. സ്കൂൾ അധികൃതരുടെ പക്ഷം ചേരുന്ന BJPയും മറ്റു കോൺഗ്രസ് നേതാക്കളും കരുതുന്നത് തങ്ങളുടെ നിലപാട് ക്രൈസ്തവ സമൂഹത്തിന് സുഖിക്കും, ആ തൃപ്തി വരുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടായി തങ്ങളുടെ പെട്ടിയിൽ വീഴും എന്നാണ്. ഇടതുപക്ഷമാവട്ടെ അവർ കുട്ടിയുടെ കുടുംബത്തോടൊപ്പം നിൽക്കുവാൻ ശ്രമിക്കുമ്പോൾ കരുതുന്നത് ആ നിലപാട് മുസ്ലിം സമുദായത്തിന് നന്നായി സുഖിക്കും, അത് തങ്ങളുടെ വോട്ടായി മാറുമെന്നാണ്. ഈ വിഷയത്തിന് മൗലികാവകാശത്തിൻ്റെയോ മതസ്വാതന്ത്ര്യത്തിൻ്റെയോ മാനങ്ങൾ നൽകുവാൻ ശ്രമിക്കുമ്പോഴും യാഥാർത്ഥ്യം ആദ്യം പറഞ്ഞ ആ വോട്ട് ബാങ്കാണ് പരമപ്രധാനമായ ലക്ഷ്യം. കാലം മുന്നോട്ട് പോകുമ്പോഴും നമ്മെ നൂറ്റാണ്ടുകൾ പിന്നോട്ട് പിടിച്ചു വലിക്കുന്ന ഈ മതക്കച്ചവടക്കാരുടെയും രാഷ്ട്രീയക്കാരന്മാരുടെയും ഇടയിൽ ജീവിക്കുമ്പോൾ ഇതിൽ നാമും പെട്ടുപോകാതെ സൂക്ഷിക്കുക. സ്കൂൾ മാനേജ്മെൻറ്റിന് യൂണിഫോം നിഷ്കർഷിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോഴും മറ്റൊരു വിരോധാഭാസം സ്കൂൾ പ്രിൻസിപ്പൽ അടക്കം ശിരോവസ്ത്രം ഇട്ടു നിന്നാണ് ശിരോവസ്ത്രം കുട്ടികൾ ധരിക്കുവാൻ പാടില്ല എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. കർത്താവിൻ്റെ മണവാട്ടികൾക്ക് ശിരോവസ്ത്രമായിക്കോട്ടെ, കുഴപ്പമില്ല. അവർ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെത്തുമ്പോൾ അധ്യാപകരാകുമ്പോൾ കർത്താവിൻ്റെ മണവാട്ടിയല്ല, അധ്യാപികയാണ്. അധ്യാപികയ്ക്ക് ശിരോവസ്ത്രം വേണോ? അധ്യാപികയ്ക്കാകാമെങ്കിൽ എന്തുകൊണ്ട് കുട്ടികൾക്ക് പാടില്ല? കർത്താവിൻ്റെ മണവാട്ടികൾ മഠത്തിലും ആരാധനാലയങ്ങളിലും ശിരോവസ്ത്രം ധരിക്കുകയും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെത്തുമ്പോൾ മറ്റ് അധ്യാപകർ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രവും അവർ ധരിക്കട്ടെ എന്ന് പറയുന്നത് സിസ്റ്റർ ലൂസി കളപ്പുരയാണ്. ഇത് കേട്ട് മുണ്ണക്കുഞ്ഞാടുകൾക്കും കാസാക്കുട്ടന്മാർക്കും പൊള്ളുകയും സിസ്റ്ററെ പൊങ്കാലയിടാനും വന്നേക്കാം. പക്ഷേ സത്യം പറയാതെ നിവൃത്തിയില്ല. ഇതിനൊക്കെ ഒരു മാറ്റം വരേണ്ടിയിരിക്കുന്നു. മതവസ്ത്രങ്ങളോ ചിഹ്നങ്ങളോ അണിഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ പാടില്ല എന്ന് ഒരു നിയമം പാസാക്കുവാൻ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ആർജവമുണ്ടോ? അപ്രകാരം ഒരു നിയമം ഉണ്ടാക്കിയാൽ ഇപ്രകാരമുള്ള വിവാദങ്ങൾ വരും കാലങ്ങളിൽ നമുക്ക് ഒഴിവാക്കാനാവും. അതിനുള്ള നിശ്ചയദാർഢ്യം സർക്കാരിനുണ്ടോ? അതാണ് പ്രധാനം. ഈ വിഷയത്തിൽ സിസ്റ്റർ ലൂസി കളപ്പുരയുടെ വാക്കുകൾ കേൾക്കാം. സിസ്റ്റർ, ഇപ്പോൾ നമ്മുടെ ആ ഒരു വിവാദം ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ, കൊച്ചി പള്ളുരുത്തി സെയിന്റ് റീത്ത സ്കൂളിലെ ഒരു ഹിജാബ് വിവാദം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. അന്നേരം അതിപ്പോൾ വളരെ വലിയ ഒരു വിവാദമായി പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. ശിരോവസ്ത്രം ധരിക്കണം എന്നൊരു കൂട്ടർ, അത് അവരുടെ അവകാശമാണ്, അവരുടെ മൗലിക അവകാശമാണെന്ന് പറയുന്നു. സ്കൂൾ അധികൃതർ പറയുന്നു ഞങ്ങളുടെ സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ അവകാശമാണ് ഒരു യൂണിഫോം നിശ്ചയിക്കല്. ഞങ്ങളൊരു യൂണിഫോം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് പാലിക്കുവാൻ ബാധ്യസ്ഥരാണെന്ന് പറയുമ്പോഴും ഉയർന്ന മറ്റൊരു ചോദ്യമാണ്, ഈ പറയുന്ന സ്കൂൾ അധികൃതർ എന്ന് പറയുന്ന അധ്യാപകരായിക്കോട്ടെ, സ്കൂൾ മാനേജ്മെന്റ് അധികൃതരായിക്കോട്ടെ, സ്കൂളിന്റെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അവര് കന്യാസ്ത്രീകൾ എന്ന നിലയ്ക്ക് അവര് ആ മതത്തിന്റെ അനുശാസിക്കുന്ന വസ്ത്രം, ശിരോവസ്ത്രം അടക്കം ധരിച്ചുകൊണ്ടാണ് ശിരോവസ്ത്രം പാടില്ല എന്ന് പറയുന്നത്. ഇത് വളരെ വിരോധാഭാസമാണെന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറയുന്നു. ഇപ്പൊ സിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു കന്യാസ്ത്രീയാണ്, അതുപോലെ ഒരു അധ്യാപികയായിരുന്നു. വർഷങ്ങളോളം ഇതുപോലെ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട ഇടപെടുകയും പഠിപ്പിക്കുകയും ഒക്കെ ഈ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അത്രയും ദീർഘകാലത്തെ അനുഭവ സമ്പത്തുമുണ്ട്. അത്ര സിസ്റ്ററുടെ അഭിപ്രായത്തിൽ ഈ ഒരു രീതിയോട് ശിരോവസ്ത്രം ഇട്ടുകൊണ്ട് ശിരോവസ്ത്രം നിങ്ങൾ ധരിക്കാൻ പാടില്ല, ഞങ്ങൾക്ക് ധരിക്കാൻ നിങ്ങൾക്ക് പാടില്ല എന്ന ഒരു വലിയൊരു ചോദ്യമാണ് ഇവിടെ വരുന്നത്. ഞാൻ അധ്യാപികയായിട്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളില് 24 വർഷം വയനാട്ടിലെ ദ്വാരക സെക്രട്ടറിയേറ്റ് പഠിപ്പിച്ചയാളാണ്. അവിടെ ഒരു മോർ ദാൻ 70% ഹൈസ്കൂൾ സെഷനിൽ തലമറയ്ക്കുന്ന കുട്ടികളായിരുന്നു കൂടുതൽ പേരും. തലമറച്ചുകൊണ്ട് വരുന്നതിന് അവർക്ക് വേറെ തടസ്സമൊന്നും നമ്മൾ ഏർപ്പെടുത്തിയില്ല. ഞാൻ ടീച്ചിങ് ആയിട്ട് ജോലി ചെയ്ത സമയത്ത് ഷാളായിരുന്നു. പിന്നീട് അത് കുറച്ച് വർഷം മുന്നോട്ട് പോകുന്നതോറും കുറച്ചും കൂടെ അവരുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ, തല ശരിക്കും മറയുന്ന പോലത്തെ തന്നെ ഷോളൊക്കെ മാറ്റി അങ്ങനെ വന്നു. അതിനെയൊക്കെ നമ്മുടെ ആ സ്കൂൾ അതിനെ സ്വീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു കാത്തലിക് മാനേജ്മെന്റ് സ്കൂൾ ആയിരുന്നത്. അതെ അതെ, മാനേജ്മെന്റ് സ്കൂൾ ഒരു ക്രിസ്റ്റ്, ഒരു നോർബർട്ടൈൻ സന്യാസ
പുരോഹിത വർഗമാണ് അതിന്റെ മാനേജ്മെന്റ്. അപ്പം കാലങ്ങൾ മുന്നോട്ട് പോകുന്തോറും തലയിലെ മുണ്ടിന് വരുന്ന മാറ്റങ്ങളുണ്ട്. കുറച്ചും കൂടി കവർ ആകുന്ന രീതിയിലാണ് വന്ന് നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ തന്നെയാണ് ധാരാളം കുട്ടികളുണ്ട്. ഇതുവരെ ഇങ്ങനെ ഒരു ഇഷ്യൂ നമ്മുടെ സ്കൂളിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്ത് പറഞ്ഞാലും അത് വലിയ അപരാധമായി കാണുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു ഭയത്തോടു കൂടിയാണോ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഭയമില്ലാതെ അല്ല പറയുന്നത് എന്ന് എനിക്ക് നിങ്ങളോട് പറയേണ്ടി വരും. സിസ്റ്റർക്ക് പറയാം, കാരണം സിസ്റ്റർ വളരെ ബോൾഡ് ആയിട്ട് തന്നെ, കാരണം ഒരു ഒറ്റയാൾ പട്ടാളം പോലെ തന്നെ ഈ മഠത്തിലെ അനാചാരങ്ങൾക്കും അനീതികൾക്കും എതിരെ ഒറ്റയ്ക്ക് നിന്ന് പടപൊരുത്തുകയും അത് ലോകത്തോട് വിളിച്ചു പറയുകയും ചില വ്യക്തി എന്ന നിലയ്ക്ക് ഉറപ്പായിട്ടും അത് പറയാം. ഞാൻ പറയുന്നത് എന്റെ മനസ്സിലെ ഒരു സ്വപ്നമായിട്ടാണോ ഇനി നടക്കേണ്ടത് തന്നെ ഒരു കാര്യമായിട്ടാണോ ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്ന ചില പ്രത്യേക ഫണ്ടമെന്റൽ റൈറ്റ്സ് വെച്ചിട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു ഇതൊരു സെക്യുലർ രാജ്യമാണ്. ഇവിടെ നമുക്ക് വ്യത്യസ്ത മതങ്ങളുണ്ട്. വ്യത്യസ്ത മതങ്ങളുണ്ടെങ്കിലും ഞാൻ പൊതുവായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന, അപ്പൊ ആരാണെങ്കിലും അവരുടെ റിലീജിയസ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ആരാധനാലയങ്ങളിൽ ഈ പ്രത്യേകതരം വസ്ത്രം ധരിക്കുകയും, ഇപ്പോ ഒരു സ്ഥാപനത്തിന്റെ, നമ്മുടെ ഈ സിസ്റ്റർ ഒരു സ്ഥാപനത്തിന്റെ മേധാവിയാണ്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ. അപ്പൊ അവര് ഫുൾ മുഖം മാത്രമേ അവരുടെ കാണത്തുള്ളൂ. അങ്ങനെ നിന്നുകൊണ്ട് ഒരാള് അതുപോലെ തലമറയ്ക്കാൻ ശ്രമിച്ച ഒരു കുഞ്ഞിനെ അങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോ, അല്ലെങ്കിൽ അത് അവരെ സ്കൂളിൽ നിന്ന് ആ കുഞ്ഞ് മാറിപ്പോകേണ്ട ഒരവസ്ഥയിലേക്ക് വന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അവർക്ക് എന്ത് ധാർമ്മികതയാണ് പറയാനുള്ളതെന്ന് ജനം ചോദിക്കും. ഉറപ്പാണ്. ആ ഒരു ചോദ്യത്തിന് മുമ്പിലാണ് ഇപ്പൊ സിസ്റ്റർ നിൽക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ എവിടെയാണോ നമ്മുടെ ഈ ആരാധന അത് ആരാധിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലും കോൺവെന്റുകൾക്കുള്ളിലും ആ വസ്ത്രം ധരിക്കട്ടെ. അതുപോലെ നിങ്ങൾ നോക്കിക്കേ, പുരോഹിതന്മാർ എങ്ങനെയാണ് നടക്കുന്നത്. അവരിപ്പോ ആരാധനാലയങ്ങളിൽ ആ കുർബാനയുടെ സമയത്ത് മാത്രമേ അവരുടെ വസ്ത്രം ധരിക്കാറുള്ളൂ. റയറസ്റ്റ് ഓഫ് റയർ കേസസ് എന്ന് പറയുന്നത് പോലെ അവിടെയും ഇവിടെയും ഏതെങ്കിലുമൊക്കെ വല്ല വൈദികരല്ലാത്ത സമയങ്ങളിൽ ധരിക്കുന്നത് കാണാം. അല്ലാതെ കൂടുതൽ പേരും ഇപ്പം കോളേജിൽ പഠിക്കുന്ന, യൂണിഫോം ഉള്ള കോളേജുകളിൽ പഠിക്കുന്ന പുരോഹിതന്മാർ അതേ യൂണിഫോം വേഷത്തിലും, ഇനി കളർ ഡ്രസ് ആണെങ്കിൽ സാധാരണ ആൺകുട്ടികൾ ധരിക്കുന്ന അതേ വേഷത്തിലും, എന്നാൽ അവിടെ ഏതെങ്കിലും സിസ്റ്റർമാർ പഠിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ തുണി തലയെ മറിച്ച് മുഖം മാത്രം കാണിച്ചു വരുന്ന ആ വസ്ത്രത്തിലുമാണ് ഉള്ളത്. ഈ വസ്ത്രത്തെയും ജനം ഇപ്പോഴും സിസ്റ്റേഴ്സിന് മാത്രം ഇത് ദിവ്യവസ്ത്രം, പുണ്യവസ്ത്രം എന്ന് പറഞ്ഞിരിക്കുക. കുറേ കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് പഠിച്ചിട്ട് മാറ്റാനുണ്ട്. പക്ഷെ ഇത് പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. അപ്പൊ ഈ സാഹചര്യത്തില് ഇപ്പം സുനിൽ എന്നോട് ചോദിച്ച ഈ സാഹചര്യത്തിൽ സത്യത്തിൽ നമ്മൾ മനസാക്ഷിക്കനുസരിച്ച് വിചിന്തനം ചെയ്യുവാണെങ്കിൽ ആരാധനാലയവും ഈ സിസ്റ്റേഴ്സ് താമസിക്കുന്ന സ്ഥലങ്ങളും പുരോഹിതന്മാർ താമസിക്കുന്ന സ്ഥലങ്ങളിലും അവർ വേഷം ധരിക്കട്ടെ. എത്ര മണിക്കൂർ, ഒരു 24 hours അടുപ്പിൽ ഇരിക്കുവാണെങ്കിൽ 24 hours ധരിക്കട്ടെ. പക്ഷെ പൊതുസമൂഹത്തിലേക്ക് വരുമ്പോൾ ഒരു സിവിലിയൻ ആയിട്ട് വരിക, കുഞ്ഞുങ്ങളോട് ഇടപെടുമ്പോൾ അവരോട് പറയാനുള്ള ഒരു ധാർമ്മികത ലഭിക്കത്തക്ക രീതിയിൽ പെരുമാറുക. അതെ, തീർച്ചയായിട്ടും. അപ്പം സിസ്റ്റർ പറയുന്നത് ഈ പള്ളി വേറെ പള്ളിക്കൂടം വേറെ എന്ന് പറഞ്ഞതുപോലെ ഈ പള്ളിയുമായോ ഇവരുടെ മതപരമായ കാര്യങ്ങളിൽ, ചടങ്ങുകളിൽ, ആരാധനാലയങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ആ വസ്ത്രം ധരിക്കുകയും ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്ക്, പ്രത്യേകിച്ച് നാനാജാതി മതവിഭാഗങ്ങളിലുള്ള കുട്ടികൾ പഠിക്കുന്ന പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകുമ്പോൾ ഇത്തരം നിഷ്കർഷ വെക്കുമ്പോൾ ഒരു ന്യൂട്രൽ വസ്ത്രം, അതായത് സ്കൂൾ നിഷ്കർഷിക്കുന്ന ഒരു യൂണിഫോമിറ്റി എന്ന് പറയുമ്പോൾ ആ യൂണിഫോമിറ്റി എല്ലാവർക്കും, അധ്യാപകർക്കും കുട്ടികൾക്കും ബാധകമാകണം. അതാണ് സിസ്റ്റർ പറയുന്നത്. ചെയ്യേണ്ടത് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇതെന്ന് നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അത് നടക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഇത്തരം, അതായത് നമ്മൾ വളരെ പരിഷ്കൃത സമൂഹമാണെന്നും അടുത്ത നൂറ്റാണ്ടിലേക്ക് പോകുകയാണെന്നും ഒക്കെ പറയുമ്പോൾ പോലും, അന്യഗ്രഹത്തിൽ വരെ പോയി വാസം ഒരുക്കുവാൻ പറ്റാവുന്ന പ്രാപ്തിയിലേക്ക് എത്തുമ്പോൾ പോലും ഈ ഒരു തുണികഷണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ശിരോവസ്ത്രത്തിന്റെ പേരിൽ ഇപ്പോഴും ഒരു വലിയ വർഗീയ കലാപം വരെ ഉണ്ടാകാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ ഈ പറയുന്ന പോലെ ഒരു യൂണിഫോമിറ്റി അത് നിഷ്കർഷിക്കുന്നവർക്കും പാലിക്കപ്പെടേണ്ടവർക്കും, ഞാനിപ്പോൾ എൻ്റെ ശിരോവസ്ത്രം, എൻ്റെ തല മറച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളോട് നീ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിനകത്തൊരു ഔചിത്യക്കുറവുണ്ട്. അന്നേരം സിസ്റ്റർ പറയുന്നത് ഇനിയെങ്കിലും, അതായത് ഇത്രയും കാലം വന്നുവെങ്കിൽ പോലും ഇനിയും ഇത്തരം കൺഫ്യൂഷനുകൾ അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ, പ്രത്യേകിച്ച് അറ്റ്ലീസ്റ്റ് സ്കൂളുകളിൽ അല്ലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെങ്കിലും ഇപ്പോൾ അവരൊരു ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ
റെപ്രസെന്റ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും അവർക്ക് ആ സ്കൂൾ നിഷ്കർഷിക്കുന്ന ഒരു വസ്ത്രധാരണ സംവിധാനം ഉണ്ടാക്കുകയും യൂണിഫോമിറ്റി കുട്ടികൾക്കുള്ള പോലെ തന്നെ അധ്യാപകർക്കും അത്തരത്തിൽ ഇപ്പൊ ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല എങ്കിൽ കുട്ടികൾ പാടിക്കാൻ പാടില്ല, അധ്യാപകനും പാടില്ല. അത്തരത്തിൽ ഒരു വസ്ത്ര സംവിധാനം ഉണ്ടാകണമെന്നാണ് സിസ്റ്റർ ആഗ്രഹിക്കുന്നത് ഇൻ ഫ്യൂച്ചർ എങ്കിലും. വലിയൊരു കാഴ്ചപ്പാടാണ് അത്. പക്ഷെ എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാനാകും? എത്ര പേരത് അതിനെക്കുറിച്ച് ഒരു വിചിന്തനമെങ്കിലും നടത്തി കൊണ്ടുവരും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ തന്നെ ഏത് ജാതി മത വിഭാഗത്തിലാണെങ്കിലും ആളുകൾ ഈ പ്രകാരം ചിന്തിക്കുന്ന ആൾക്കാർ, അതായത് ഓരോ മനുഷ്യനും അവനവന്റെ മതത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും അനുഷ്ഠിക്കാനും വിശ്വസിക്കാനും പാലിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ പോലും അതെല്ലാം ഒരു പ്രൈവറ്റ് അഫെയർ ആയി മാറി. അതെല്ലാം അവനവന്റെ വീട്ടിൽ. അതിനപ്പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ മത വസ്ത്രങ്ങളോ ചിഹ്നങ്ങളോ ഇതൊന്നും ധരിക്കുവാൻ ഒരു പബ്ലിക്കലി അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഒരു സെക്കുലർ രാജ്യമാണെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ വർഗീയത ആളി കത്തിക്കുവാൻ, ആളുകളെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ സമയത്ത് അത്തരത്തിലൊക്കെയുള്ള ഒരേ സംവിധാനം നമുക്ക് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. അതിന്റെയൊക്കെ ഒരു ചിന്തയ്ക്കും ചർച്ചയ്ക്കും ഒക്കെ ഇതൊരു തുടക്കമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം. ഈ പബ്ലിക് സർവീസിൽ ഗവൺമെന്റിന്റെ സേവനം ചെയ്യുന്നവരെ അവർക്കെല്ലാം ഒരു മതത്തിന്റെ ചിഹ്നങ്ങൾ പ്രകടിപ്പിക്കാത്ത രീതിയിൽ തന്നെയാണ് അവരുടെ വസ്ത്രധാരണം. ഗവൺമെന്റ് ഓർഡർ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് നോക്കുക, മുസ്ലിം എത്രയോ വനിതാ പോലീസുകാരുണ്ട്. പക്ഷെ നമുക്ക് ആരെയും തിരിച്ചറിയാൻ പറ്റില്ല. പുരുഷന്മാരാണെങ്കിലും തിരിച്ചറിയാൻ പറ്റില്ല. അതൊരു മികച്ച നേട്ടമായിട്ടാണ് എനിക്ക് കാണുന്നത്. അത് വളരെ വലിയൊരു പോയിന്റ് സിസ്റ്റർ പറഞ്ഞു. അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു വനിതാ പോലീസ് പറയുകയാണ് എനിക്ക് തട്ടവിടണം എന്ന് പറയുവാണെങ്കിൽ അതിനെ ഈ കണക്കിന് പോയാൽ ചിലപ്പം അതും അനുവദിച്ചു കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് നടക്കുന്നവന്മാർ പലപ്പോഴും അതുപോലും ചിലപ്പം അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു തരത്തിലേക്ക് വരെ പിന്നോട്ട് വലിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യം വരുന്നത്. അല്ല, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആ പോളിസി ഇപ്പം വസ്ത്രധാരണ ഇന്നാണ് പോലീസുകാര്, വനിതാ പോലീസുകാര് ആരും ഒരു മതത്തിലല്ലാത്ത രീതിയിലാണ് ഒരു സ്ത്രീക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ചില മതങ്ങളില് നമ്മുടെ ആ കേരളത്തിന്റെ ആ സംസ്കാരം വെച്ചിട്ട് എല്ലാം കുറെ അധികം സ്ത്രീകൾ തഴയപ്പെടുന്ന സ്ഥലമാണ് കുറെ കാര്യങ്ങളില്. അപ്പോ ഇതുപോലെയുള്ള ഈ പബ്ലിക് സർവീസ് ഒരു സിവിൽ മനുഷ്യൻ മാത്രമാണ് ഈ സെർവന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ശരിക്കും അതേ അർത്ഥത്തിലാണ് വരേണ്ടത്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന 25 ആർട്ടിക്കിൾ 25, 28 റിലീജിയസിന് ഓരോ മതവിഭാഗങ്ങൾക്കും പ്രത്യേകമായ ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടുവരുന്നത്. പക്ഷെ നമ്മുടെ വസ്ത്രധാരണം ഒരിക്കലും നമ്മുടെ വസ്ത്രധാരണത്തിലൂടെ മതപ്രചരണം നടത്തുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലായിരിക്കുമല്ലോ പുറമെ ഇത് ധരിക്കുന്നത്. എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മളൊന്നാണ്, ഒരു മനുഷ്യകുലമാണ്. ആ മനുഷ്യകുലത്തിനിടയില് മതവും ജാതിയും വസ്ത്രധാരണവും ഒക്കെ കൊണ്ടുവന്ന് കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ പബ്ലിക് സർവീസിന് ഉള്ള ആൾക്കാരുടെ കൊടുക്കുന്ന ആ അതേ നിർദ്ദേശങ്ങൾ തന്നെ സാധാരണ മനുഷ്യരിലേക്ക്, അവരും സാധാരണ മനുഷ്യരും പരസ്പര സർവീസ് ചെയ്യുവാണല്ലോ. അടുത്തുള്ളവർക്കും ദൂരെയുള്ളവർക്കും ഒക്കെ ആയിട്ട് കുടുംബത്തിനും ഒക്കെ വേണ്ടി സർവീസ് ചെയ്യുക. അപ്പൊ ഈ ഇത്തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ കഴിയുന്നതും പരസ്യമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ആകാതെ ഇരിക്കാനുള്ള ഒരു ബുദ്ധിയും പ്രവൃത്തിയും ഒക്കെ ഒരുമിപ്പിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠം എന്ന് എനിക്ക് ആഗ്രഹിക്കാനും പറയാനും പറ്റുള്ളൂ. എന്നാലും സുനില് നമ്മളോടൊക്കെ അഭിപ്രായം ചോദിച്ചത് സന്തോഷം. ഓക്കെ സിസ്റ്റർ, എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്താണ് ഇത്തരം അസ്വസ്ഥതകൾ, അതായത് നമ്മളൊക്കെ പഠിക്കുന്ന സമയങ്ങളിലാണെങ്കിൽ പോലും നമ്മുടെ ക്യാമ്പസുകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ഇത് ശിരോവസ്ത്രം ധരിച്ചിട്ടുണ്ട്, ഇതൊന്നും ആരും ശ്രദ്ധിക്കുകയോ ഇതിനെയൊന്നും ഇഷ്യൂ ആക്കുകയോ ഇതൊന്നും ഒരു വിഷയം പോലും ആയിരുന്നില്ല. ഇന്ന് ഇതെല്ലാം പലരിലും അസ്വസ്ഥത ഉണ്ടാക്കുന്നു, ശിരോവസ്ത്രം അസ്വസ്ഥത ഉണ്ടാക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നത് ആരൊക്കെയോ ഇതിന്റെ പിന്നില് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് സംശയിക്കേണ്ട, അത് വളരെ വ്യക്തമാണല്ലോ. അല്ലെങ്കിൽ പിന്നെ എത്രയോ കാലങ്ങളായിട്ട് നമ്മുടെ എല്ലാ സ്കൂളുകളിലും എല്ലാ കുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന സ്ഥലമാണ്. വ്യത്യസ്തമായ വസ്ത്രധാരണ യൂണിഫോം ഉണ്ടെങ്കിലും ചിലരൊക്കെ മാറ്റങ്ങളോട് കൂടി തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ എന്തൊക്കെ പ്രശ്നം എവിടെ നിന്നാണ് എടുത്തിടാൻ പറ്റുന്നതെന്ന് നോക്കിയിട്ട് ഇപ്പൊ ഞാൻ തന്നെ ഫേസ്ബുക്കിൽ ഒരു ചെറിയ പോസ്റ്റ് ഇട്ടാൽ എനിക്കെതിരെ വരുന്ന കമന്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മുടെ കേരളം ഇത്രയും നശിച്ചല്ലോ അഭിപ്രായം പറയുന്നതിൽ എന്ന് വേദനയോടെ ഓർത്തു പോകും. നമുക്ക് അഭിപ്രായം പറയാം, പക്ഷെ അഭിപ്രായം ഒരിക്കലും എന്ത് പറയുക
വേറൊരാളെ താറടിച്ച് കാണിക്കുക അല്ലെങ്കിൽ അവരെ എങ്ങനെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള രീതിയിലായിരിക്കരുത് അഭിപ്രായം. അഭിപ്രായം എപ്പോഴും മറ്റൊന്നിന്റെ കൂടുതൽ മെച്ചത്തിന് വേണ്ടിയിട്ടായിരിക്കണം അല്ലേ? അതെ അതെ. ഇപ്പൊ നമ്മുടെ കേരളം, നമ്മുടെ സമൂഹം എത്രയോ, സമൂഹം എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടല്ല, നല്ല എല്ലാ ഭാവങ്ങളും ഉണ്ട്. എന്നാലും ഞാൻ പറയുന്നത് നമ്മൾ മനുഷ്യരാണ് അടിസ്ഥാനപരമായി. ആ മനുഷ്യത്വവും അതാണ് നമ്മുടെ മതം എന്ന് പറയുന്നത് തന്നെ. അവിടെ നമ്മൾ ഒന്നാണ്. അവിടെ നമ്മൾ അധ്യാപികയെന്നോ സിസ്റ്ററെന്നോ അല്ലെങ്കിൽ ഒരു മുസ്ലിം കുഞ്ഞെന്നോ അല്ലെങ്കിൽ തലേ തുണിയിട്ട കുഞ്ഞെന്നോ ഇല്ലാന്നോ എന്നൊക്കെ വിചാരിച്ച ഒരു സമൂഹത്തെ, ഒരു വ്യക്തിയെ വേദനിപ്പിക്കാനല്ല ഇടവരുത്തണ്ടേ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.